സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിച്ച് പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 38 വാക്യം 20. യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38 അധ്യായം 20 വാക്യത്തിൽ ഹിസ്കിയാവ് എന്ന രാജാവിന് ദീർഘായുസ് ലഭിച്ചതിന് ശേഷം, അഥവാ അകാലത്തിൽ അദ്ദേഹം മരിച്ചു പോകുമെന്ന് ഒരു സന്ദേശം ലഭിച്ചു. ആ സന്ദേശം ലഭിച്ചതിന് ശേഷം അദ്ദേഹം ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിക്കുവാനിടയായി, പ്രാർത്ഥിക്കുവാനിടയായി. ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ ഫലമായി ദൈവം അദ്ദേഹത്തിന് 15 വർഷം നീട്ടിക്കൊടുത്തു, അഥവാ ദീർഘായുസ് കൊടുത്തു. ആ ദീർഘായുസ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയ ഒരു സ്തുതിഗീതമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38 അധ്യായം 10 മുതൽ 22 വരെ നാം കാണുന്നത്. അതിൽ 20 വചനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ വാക്യത്തിൽ ഹിസ്കിയാവെന്ന രാജാവ് പറയുന്നത്, ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ്. ഇത് സത്യമല്ലേ? തീർച്ചയായും. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് പരിപോഷിപ്പിക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവം കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകടിയിൽ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കുവാൻ വിശ്വസ്തനാണ്. ആ ദൈവം നമ്മെ സംരക്ഷിക്കുവാനും നമ്മെ കാക്കുവാനും കരുതുവാനും കണ്ണിൻ്റെ കൃഷ്ണനെ പോലെ നമ്മെ സംരക്ഷിക്കുവാനും മതിയായവനാണ്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ ഹിസ്കിയാവിനെ പോലെ സാക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇതാ ഒരു രാജാവ്, ഹിസ്കിയാവെന്ന ആ മനുഷ്യൻ, ദൈവം ഒരു നന്മ ചെയ്തപ്പോൾ ദൈവത്തിന് സ്തോത്രഗീതം പാടുകയാണ്. ഞാൻ കഷ്ടതയിൽ, കണ്ണുനീരിൽ, വേദനയിൽ, ദുഃഖത്തിൽ, നെടുവീർപ്പിൽ, പാതാളത്തിൻ്റെ അറ്റത്തോളം എത്തിയ നിമിഷങ്ങളുണ്ടായിരുന്നു എന്നാണ് ഈ ഭാഗത്ത് നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഏകാന്തത അദ്ദേഹത്തെ വലച്ചു. അദ്ദേഹം അനുഭവിച്ച വേദനകളെല്ലാം ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38 വിവരിക്കുന്നുണ്ട്. എന്നാൽ അതൊരു ഭാഗത്ത് മനോവ്യസനമായി അദ്ദേഹത്തിൻ്റെ സമാധാനം കെടുത്തിയപ്പോൾ അദ്ദേഹം ദൈവത്തിൽ ശരണപ്പെട്ടു. അതിൻ്റെ ഫലമായി ദൈവം അദ്ദേഹത്തെ വിടുവിക്കുകയും രക്ഷിക്കുകയും, അഥവാ അകാല മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തി. അദ്ദേഹം അതിനാൽ തന്നെ ഒരു സ്തുതിഗീതം പാടുകയാണ്. അതിൽ പ്രത്യേകിച്ച് പറയുന്നത്, ഞാൻ ജീവപര്യന്തം ദൈവത്തിൻ്റെ ആലയത്തിൽ തന്ത്രനാദത്തോടെ, അഥവാ സംഗീത സ്വരങ്ങളോടെ എൻ്റെ ദൈവത്തിന് ഗീതങ്ങളെ പാടുമെന്നാണ്. ദൈവത്തിന് പാട്ടുപാടുവാൻ എന്തെങ്കിലും കാരണം വേണം. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും എന്തെങ്കിലും കാരണം വേണം. ഇന്ന് ലോകത്തിൽ
നാം എല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണം ദൈവം നമ്മെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്, ദൈവം നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ്. ദൈവം നമ്മെ എത്രയോ പ്രാവശ്യം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും വിടുവിച്ച് രക്ഷിച്ച് ആ ജീവനും സമാധാനവും നൽകിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹിസ്കിയാവെന്ന രാജാവിനോട് ചേർന്ന് നമുക്കും തന്ത്രിനാദത്തോടെ ദൈവത്തിന് സ്തുതിഗീതങ്ങളെ ദൈവത്തിൻ്റെ ആലയത്തിൽ പാടുവാനായിട്ട് സാധിക്കണം. ഈ ദൈവം നമ്മെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന കർത്താവാണ്. ആമേൻ, ആമേൻ.